ഹേ ഗായ്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചധികം തന്നെ സ്പെഷ്യലാണ്. എന്താണെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. ഇത് ഞാൻ ഒരുപാട് നാളായി നമ്മുടെ പുനലൂരൊന്ന് വന്നിട്ട്, അപ്പോൾ NK സിൽസിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അതെ, ഏതാണ്ട് എനിക്കും അതേ അവസ്ഥയായിരുന്നു. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ തിരക്കിക്കൊണ്ടിരുന്നൊരു മോഡലാണ് തൊട്ട് മുന്നേ കണ്ടത്. പിന്നെന്താ, നേരെ ആ ഒരു മെറ്റീരിയൽ തിരക്കിയിട്ടുള്ള യാത്രയായിരുന്നു. അത് ഇവിടെയാണ് എത്തിയത്. കൃത്യം അതേ മെറ്റീരിയൽ തന്നെ പെട്ടെന്ന് കിട്ടി. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത്, അതായത് സെയിൽസ് ഗേൾ ചേച്ചി പറഞ്ഞത്, അത് മാത്രമല്ല അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിലും അട്രാക്റ്റീവായ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഒട്ടും നോക്കിയില്ല, ഫോണിൽ കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഇപ്പം നിങ്ങൾ കാണുന്നത് ഭാവനയുടെ ഒരു ഫോട്ടോ എവിടുന്നോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷേ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണേലും ഒരുപാട് നാളിന് ശേഷം ഇറങ്ങിയതാണല്ലോ, ഫുൾ ഒന്ന് ചുറ്റി കണ്ടേക്കാമെന്ന് കരുതി. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, 10-200 സ്റ്റാഫ് ഉണ്ട്. ഇതുവരേക്കും NKയിൽ വന്നിട്ട് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളാണ്. ജസ്റ്റ് ഒരു സ്മൈൽ യൂസ് ചെയ്യാറ് ഇവിടെ, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഫേസ് എക്സ്പ്രഷൻ എനിക്ക് കൂട്ടി പിടിച്ചില്ല, അതുകൊണ്ടാണ്. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഇമോജി ഇവിടെ ആവശ്യമല്ല, അത്യാവശ്യമാണെന്ന് തോന്നി. അതിലും കോമഡി ആയിരുന്നു ആ ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ. ഞാൻ ഈ വോയിസ് കുറച്ച് അട്രാക്റ്റീവ് ആയിക്കോട്ടെ വീഡിയോ എന്ന് കരുതി ഇട്ടതാണ്. പുള്ളിക്കാരത്തെയാണ് കംപ്ലീറ്റ് എൻ്റെ കൂടി ആ ഒരു മെറ്റീരിയൽ സെക്ഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ബഡ്ജറ്റിലും കുറച്ച് മേലെ ആയിപ്പോയി നമ്മുടെ ഈ ഒരു എമൗണ്ട്. എന്താണെങ്കിലും പ്ലാൻ A പാളിയ സ്ഥിതിക്ക് പ്ലാൻ B, നമ്മൾ നേരെ ചുരിദാർ സെക്ഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴാണ് വലിയൊരു മുട്ടുസൂചി സ്റ്റെപ്പിൽ കിടക്കുന്നത് ഞാൻ കണ്ടത്. പുരുഷൻ്റെ അനുഗ്രഹം വാങ്ങി നമ്മൾ നേരെ എത്തിയത് ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ്. ഒരുപാട് ചുരിദാറൊന്നും വാരി വലിച്ചിട്ട് നോക്കേണ്ടി വന്നില്ല. എൻ്റെ ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത രീതിക്ക് തന്നെയുള്ള ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ട്രയൽ എടുത്ത് കാണിക്കാറൊന്നും എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് 2-3 ഡ്രസ്സ് ഇട്ടത് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഏത് ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നത്, ഏത് ഡ്രസ്സാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. അത് ഞാൻ എന്താണെങ്കിലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ ആ ഫുൾ ഡ്രസ്സാണെങ്കിലും ബാക്കി 1-2 കുട്ടി ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ട്രയൽ നോക്കുക. ഇതാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് നോക്കിയ ഐറ്റം. ഇത് ഒരു ഗൗൺ മോഡലുള്ള സംഭവമായിരുന്നു. ഇതിന് ഷോളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഞാൻ ഒരു ഡ്രസ്സിൻ്റെയും കളർ എടുത്ത് പറയാത്തത് എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ എന്താണെങ്കിലും പറയുമ്പോൾ തെറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ പ്ലീസ് അതൊന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ നമുക്ക് കുറച്ചധികം സ്പെഷ്യലാണെന്ന്. കാരണം ഇന്ന് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ക്യാമറമാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളോട് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേ പറ്റും. ഓൾറെഡി ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ടിന് താങ്ക് യു സോ മച്ച് ഡിയർ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, കളറിൻ്റെ കാര്യം മാത്രമല്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്നതും ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഡ്രസ്സിൻ്റെ കളർ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ഇട്ട് കാണിച്ച് വെറുപ്പിക്കൽ ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷനിലേക്ക്. അവിടെ ഒരു കാക്കായെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പം തന്നെ റിവീൽ ആവുകയാണ്. സംഭവം ഞാൻ എന്താണെന്ന് പറയുന്നില്ല, എന്നെപ്പോലെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഇരിക്കട്ടെ. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം എനിക്ക് നല്ല കളറായിരുന്നു. ഒരുപാട് അന്വേഷിക്കാണ്ട് ഞാൻ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ ഷടപടിയെ കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഈ കാതിലെ ലോലാക്ക് എങ്ങനെയുണ്ട്? സംഭവമല്ലേ, കളറല്ലേ. 180 മൊത്തം 200. ജീവിതത്തിൻ്റെ കണക്കുകൂട്ടൽ പലതും നന്നായി പാളി നിൽക്കുവാണെങ്കിലും ഇതുപോലെ കട്ടയ്ക്ക് നല്ലൊരു ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ കണക്കുകൾ മാത്രമല്ല പല സയൻസും നമുക്ക് ശരിയാക്കി തന്നെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മുടെ NK സിൽക്സിൽ ഡ്രസ്സും ഓർണമെൻറ്റ്സും മാത്രമല്ല കേട്ടോ, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് നമ്മുടെ ലുലു മാൾ എന്ന് പറയാം. A to Z കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ സെയിം കളറിലും പാറ്റേണിലും നമുക്ക് മോതിരം കിട്ടിയപ്പോൾ ചുമ്മാ കാണിച്ച കുറച്ച് ഷോ ആണ്. ഞാൻ ബാംഗിൾസോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അവിടെ അടിപൊളി സെറ്റാണെങ്കിലും യൂണീക്ക് പീസസ് ആയിട്ടുള്ള ബാംഗിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് നെക്ക് പീസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. സാധനം വാങ്ങൽ മാത്രമല്ലല്ലോ, ബില്ലടയ്ക്കൽ മഹാമഹം കഴിഞ്ഞിരിക്കുന്നു. സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2-3 മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്ത് ക്ഷീണം തീർക്കാനായിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ ഞങ്ങൾ തൊട്ടടുത്ത ബേക്കറിയിലേക്ക് പോവുകയാണ്. ആ വക കാര്യങ്ങളൊന്നും കാണിച്ചില്ല, കാരണം കുറച്ച് സമാധാനപരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും
മോശം സമയമാണെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലോ ആവുന്ന സമയങ്ങളിൽ ഇതുപോലെ ഒരാൾ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ഞാനുണ്ട് എന്ന് പറയാൻ ഒരാളുള്ളത് വലിയൊരു ഭാഗ്യമാണെന്ന് ജീവിതത്തിലെ കുറച്ച് പാഠങ്ങൾ എന്നെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അവൾ ബസ് കയറിപ്പോയി. ഞാൻ തിരിച്ച് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ. താങ്ക് യു.